മുരളീധരൻ നല്ല നേതാവ്, അതിന്റെ കാര്യം മുരളീധരൻ മുമ്പ് അവിടെ നിന്ന് തോറ്റല്ലേ. ഇനി അതൊരു കാര്യം കൂടി ഞാൻ പറയാം. മുരളീധരൻ തോറ്റിട്ടുണ്ട്, കർണാടകം തോറ്റ് പത്മജ്യോതി. തൃശ്ശൂര് കർണാടകം മാളയിൽ ജയിച്ചു എന്നല്ല, തൃശ്ശൂര് മുരളീധരന് നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ രാശിയുള്ള ഒരു സ്ഥലമല്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് കോഴിക്കോടെ കാണാൻ അദ്ദേഹത്തിന് രാശിയുള്ള, തിരുവനന്തപുരം അദ്ദേഹത്തിന് രാശിയുണ്ട്. ഇപ്പൊ ജ്യോതിഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾ ലോക്സഭയിലേക്കാണ് പിന്നെ ഒരാളെ തിരഞ്ഞെടുത്തയക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ആൾ, പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആൾ, എവിടെയും വെട്ടിത്തുറന്ന് പറയാൻ ശേഷിയുള്ള ആൾ, വരാൻ പോകുന്ന കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള കേരളത്തിലുള്ള ഒരു നേതാവ്, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യമായിട്ട് സുരേഷ് ഗോപിയുടെ ലൈഫിൽ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് പിന്നെ അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ സഹായിച്ചിട്ട് ഇടയ്ക്കെന്തൊരു അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊരു ചികിത്സാ സഹായമായിട്ട് വന്ന സമയത്ത് ഗോവിന്ദനോട് ചോദിക്കാം, അങ്ങനെ എന്താ പറഞ്ഞൊരു വിവാദം ഞാൻ കേട്ടോ. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഒരു ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരും ഒരേപോലെ കണ്ടി ആരെയും സഹായിക്കാൻ പോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരാൾ. പിന്നെ തൃശ്ശൂർ ബിസിനസ് ക്ലാസ്സും കൂടി ഉള്ളതാണ്. പിന്നെ സ്ത്രീകളെല്ലാം വളരെ എന്താ പറയുക, എൻലൈറ്റൻഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പൊ അവര് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് സുനിലിന് ശരിയാണ്, MLA ഒക്കെ ആയിരിക്കാൻ പറ്റിയ ഒരാളാണ്. കേന്ദ്രത്തിൽ പോയി സുനിലിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മുരളീധരന് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, പക്ഷെ സുരേഷ് ഗോപിയുടെ ആ എടുപ്പുണ്ടോ എന്നും സംശയമാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ എൻ്റെ ഒരു വസ്തുനിഷ്ഠമായി മലയാളിയുടെ ഒരു എന്താ പറയുക യാഥാർത്ഥ്യ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ ഒരു വിലയിരുത്തല്, സുരേഷ് ഗോപിയും മുരളിയുമായിട്ടാണ് മത്സരം ഉണ്ടാവാൻ സാധ്യത. അതിൽ സുരേഷ് ഗോപിക്ക് സോഫ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ബാക്കിയെല്ലാ കാര്യം പിന്നെ സുരേഷ് ഗോപി RSS BJP എന്നുള്ള തിയററ്റിക്കൽ കാര്യം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, 2002 ആ ഗുജറാത്ത് കലാപം നടന്ന ഉടനല്ലേ ഇവിടെ കേരളത്തില് പിന്നെ എന്താണ് PC തോമസ്, NDAയുടെ സ്ഥാനാർത്ഥി PC തോമസ്, ആദ്യം NDA ഇവിടെ അക്കൗണ്ട് തുറക്കുന്നത് രാജഗോപാലല്ല, PC തോമസ് ആണ്. PC തോമസ് ജയിക്കുന്നത്. അത് ക്രിസ്ത്യാനികളല്ലേ വോട്ട് ചെയ്തത്. അന്ന് ഞാൻ അവിടുത്തെ PC തോമസിന്റെ എതിരാളി ഒരു മുസ്ലിം ആയിരുന്നു സ്ഥാനാർത്ഥി, എബ്രാഹിം എന്നിട്ട് വന്നു. അപ്പൊ ഞാൻ കേരള കോൺഗ്രസ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, LDFന്റെ കൂടെയുള്ള കേരള കോൺഗ്രസിന്റെ അവിടെയുള്ള നേതാവിന് ട്രെയിനിൽ വരുമ്പോൾ ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കാർക്കൊക്കെ വോട്ട് ചെയ്ത്? PC തോമസ്. എന്നോട് ചോദിച്ചത് ഞാൻ ചോദിച്ചത് അല്ല, അയാൾ കേരളത്തിലൊക്കെ നല്ല സ്വാധീനമുള്ളതല്ലേ, പിന്നെ എന്തിനാ ഒരു മുസ്ലിമിന് വോട്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ അതിന്റെ നടുവിലുണ്ട്. അപ്പൊ ആ രീതിയിൽ വോട്ട് ചെയ്ത ആളുകളാണ് മലയാളികൾ. ആ വർഷം ലക്ഷദ്വീപിൽ നടന്ന ഇലക്ഷനിൽ പിന്നെ ആ ഇലക്ഷനിൽ NDA ജയിച്ചു. ഏത് ഗുജറാത്ത് കലാപം ഉടനെ നടന്ന ഇലക്ഷനിൽ PM സയ്യിദ് എന്ന് പറഞ്ഞ ലക്ഷദ്വീപുകാരുടെ എക്കാലത്തെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ NDA ആ സീറ്റ് പിടിച്ചു. പിന്നെ രാജ്യസഭയെ കൊണ്ടുവന്നിട്ടാണ് സോണിയാഗാന്ധി അദ്ദേഹത്തിന് മന്ത്രിയാക്കിയത്, മറ്റേ സെയ്ദിനെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു രാഷ്ട്രീയം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിഷ്കളങ്കമൊന്നും അല്ല രാഷ്ട്രീയം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് അടിയൊഴുക്കുകൾ വരാൻ സമയം. പിന്നെ ജനങ്ങൾ മലയാളി വളരെ ഇൻഡിവിജ്വലിസ്റ്റ്. പണ്ടത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മലയാളി അല്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾ മലയാളിയുടെ മിഷിഹയാവും എന്ന് വിചാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യം കോൺഗ്രസ് കളഞ്ഞു, BJPയെ പിന്നെ ആ രീതിയിൽ ഒരിക്കലും മലയാളികൾ കണ്ടിട്ടില്ല. കോൺഗ്രസ് കളഞ്ഞു, CPM ആണ് ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഇതിൽ പോകുന്നത്. സിദ്ധാർത്ഥ പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അഭിമന്യുവിന്റെ കേസ് വരുമ്പോൾ അവിടെ ഫയൽ കോടതിയിൽ നിന്ന് മിസ്സാവുന്നു. അപ്പൊ മലയാളി കൂടുതൽ ഒരു മിഷിഹേന മലയാളി സ്വയം ഒരു എന്താ